ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ നീസ് എസ്റ്റലും കൂടെ മാങ്ങ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നല്ല പച്ച മാങ്ങകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ കൊതിയാവും. അപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ചെയ്യുന്നതാണ്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പൊട്ടിച്ച മാങ്ങയിൽ അവൾക്ക് ഏതോ ഇഷ്ടപ്പെട്ടില്ല, അവൾ പറഞ്ഞ മാങ്ങ തന്നെ പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കിൽ പോയി അപ്പുറത്തിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, എസ്റ്റൽ സിങ് ചെയ്യൂല്ലേ? എസ്റ്റൽ സിങ് ചെയ്യും. ഡിച്ച വാട്ടർ എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, സിങ് ചെയ്തോ. Love it all come. You should come. I will come to with you. You should have this. You should have this. All around, all around, all around, all around. This is what. ഓക്കെ, ഡിച്ച വാട്ടർ എടുത്തോ. ഇനി വാഷ് ചെയ്തോ. നിങ്ങൾ രണ്ടുപേരും കൂടി വാഷ് ചെയ്യാണല്ലേ? കയറ്റി തന്നെ. ഓക്കെ, ഫസ്റ്റ് വി ആർ വാഷിങ് അല്ലേ? അത് ബ്രോക്കൺ ആയി അല്ലേ? അത് താഴേക്ക് വീണപ്പോ ബ്രോക്കൺ ആയത്. അപ്പൊ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ മാംഗോസ് ആണോ? നമ്മൾ എന്തിട്ട് ഉണ്ടാക്കാൻ പോണോ ഇന്ന്? ഞാനും സബിയ മാമ yesterday 3 mangoes പൊട്ടിച്ചായിരുന്നു. 3 mangoes. എസ്റ്റില് ഇവിടേക്ക് ഇരുന്നോ? ഈ സൈഡിലേക്ക് ഇരുന്നോ? വേണമെങ്കിൽ അവിടെ ഇരുന്നാ മതിയാ. മമ്മ ഞാനും ചേച്ചി ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. ഓക്കെ ചേച്ചാ, ഇത് ഒന്ന് നോക്കി ഇവിടെ. എന്താ അത്? ഓക്കെ, ഇനി ഡിച്ച അത് വാഷ് ചെയ്തോട്ടാ. ഡിച്ച ഇത് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യാൻ പാടില്ല. അല്ല, എസ്റ്റില് വാഷ് ചെയ്താൽ മതി. ഡിച്ച കട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ടി വിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അവർക്കും അതേ ഭയങ്കരമായിട്ട് ബോറൊക്കെ അടിച്ചിരിക്കുകയായിരിക്കും. കാരണം നമ്മൾ മുതിർന്നവരെല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ അവർ വെറുതെ കുറേ കുത്തി വരയ്ക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അവർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എല്ലാ ദിവസവും ഡെയിലി ആ ബോറടിയിൽ നിന്ന് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് അവരൊന്ന് കളിക്കാനായിട്ട് കൂട്ടാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണ്. അവൾ കഴിക്കൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്കൊരു ഇൻട്രസ്റ്റ്. പിന്നെ അവൾക്ക് ആ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴേ കൊച്ചുങ്ങളുടെ ഉള്ളിൽ ഒരു വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ പരിപാടി. തരണം വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, 1 പീസ്. ഓക്കെ, ടൈനി പീസസ് ആക്കും നമ്മൾ. ടൈനി പീസസ് ആക്കാല്ലേ? ഓക്കെ, ഇത്ര ടൈനി പീസസ് മതി. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചെറിയ ഒരു പിക്കിൾ ഉണ്ടാക്കുക, ഉപ്പും മുളകും പിന്നെ നമ്മളുടെ എണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു മാങ്ങ പിക്കിൾ ഉണ്ടാക്കലാണ്. പക്ഷേ അവർക്ക് അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ വെള്ളത്തിൽ കളിക്കാനും ഇതിനൊക്കെ. ബെസ്റ്റിലാണ് സോൾട്ട് ഇടണം കേട്ടോ. സോൾട്ട് ഇട്ടോ. മതി. അപ്പോൾ എസ്റ്റിൽ സോൾട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ഇങ്ങനെ ശരി
പൗഡറാക്കി കേട്ടോ. പൗഡർ ഇല്ലാത്തതൊക്കെ പൗഡറാക്കിയുണ്ട്. ഇനി നെക്സ്റ്റ് എസ്റ്റില് ഇതിൽ നിന്ന് ഈ ചില്ലി കേട്ടോ. സ്പൈസ് അത് വേണം. ഇനി കേട്ടോ കഴിഞ്ഞിട്ടില്ല. 1 more teaspoon. 1 more teaspoon. ഓക്കെ. നെക്സ്റ്റ് ഇച്ചിരി ഓയിൽ ഒഴിക്കാം. ക്യാപ്പിൽ ഒഴിച്ചോളി. ലിറ്റിൽ മോർ ഒഴിക്കാം. ഒഴിച്ചില്ലേ? ഇതിലേക്ക് ഇടും. അങ്ങനെയല്ല, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാ. ഓക്കെ. കഴിച്ചു നോക്കൂ. അതാ ഡിച്ചതാ. സ്പൈസി ആയിരിക്കും. സ്പൈസി ആണോ? സ്പൈസി അല്ല, സോൾട്ടി ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മതി. ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടില്ലേ? ടേസ്റ്റ് ചെയ്തേ. സ്പൈസിയും. ഇനി ഓരോരുത്തർക്കും ടേസ്റ്റിന് കൊടുക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. ഓക്കെ. മാമ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. സൂപ്പർ. മമ്മ മാംഗോ. Oh wow, can I taste it? Of course. ടീച്ചർ ഒരു പീസ് കഴിച്ചു നോക്കാം. എനിക്ക് വേണ്ട. ഞാനൊന്ന് ചേച്ചിയും ഇനി കുക്ക് ചെയ്തത്. നമുക്ക് കുട്ടികളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനും ഇതേപോലെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കഴിച്ച് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നെക്സ്റ്റ് ബേബി സിറ്റിംഗ് ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.